ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മല്ലു കപ്പിൾ ഓൺ റോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ത്യയിൽ വന്ന് കേരളത്തിൽ വന്നപ്പോഴത്തേക്കും തൽക്കാലം വ്ളോഗിങ് ഒന്ന് കുറച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, കേരളത്തിൽ ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവിടെയൊക്കെ നമ്മൾ ശിശുക്കളാണ്. അവിടെ കയറി നമ്മൾ അധികം വ്ളോഗ് ചെയ്യേണ്ടെന്ന് വെച്ചു. എനിവേ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെല്ലൂരാണ് കേട്ടോ. എന്തിനാണ് വെല്ലൂർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ മമ്മി ആക്ച്വലി ഒരു ക്യാൻസർ സർവൈവറാണ്. പുള്ളിക്കാരി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ തൊട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നത് ഇവിടെ CMC വെല്ലൂരിലാണ്. അത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ 6 മാസം കൂടുമ്പോഴും മമ്മിക്കൂടെ ചെക്കപ്പിന് വരേണ്ട ആവശ്യമുണ്ട്. സോ ഞങ്ങളിപ്പോൾ നാട്ടിലായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് മമ്മിക്ക് ചെക്കപ്പിന് വരേണ്ട സമയം. സോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ചില ഇൻഫർമേഷൻസ് നിങ്ങൾക്കൊന്ന് പാസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വ്ളോഗ് എടുക്കാതിരിക്കാൻ പറ്റാണ്ട് വന്നു. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാവൽ വ്ളോഗ് അല്ല കേട്ടോ. സോ ആദ്യം നമുക്ക് CMC മെഡിക്കൽ കോളേജ് എന്ന് കാണാം. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിന് ഇപ്പോൾ 2 ക്യാമ്പസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ക്യാമ്പസ് അവർ പുതിയതായിട്ട് തുടങ്ങിയത് റാണിപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പഴയ ക്യാമ്പസിൽ അടുത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് ബസ് സർവീസ് ഉണ്ട് ഈ പുതിയ സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ ബസ് കയറി നിലവിൽ ഇവിടെ റാണിപേട്ടിലുള്ള വെല്ലൂരിൻ്റെ പുതിയ ക്യാമ്പസിലേക്കാണ് എത്തിയിരിക്കുന്നത്. മറ്റേനെ കഴിഞ്ഞ് ഒരുപാട് ഫെസിലിറ്റീസ് അധികം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ പേഷ്യൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഈ പുതിയ ക്യാമ്പസിലാണുള്ളത്. ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾക്ക് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ചികിത്സയ്ക്കും ഇവിടെ CMCയിൽ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നഴ്സുമാർ, അതുപോലെ അറ്റൻഡർമാർ വരെ അതൊരു ജോലി എന്ന് കാണുന്നതിനേക്കാൾ കൂടുതലായിട്ടൊരു സർവീസ് എന്ന് കണ്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ വളരെയധികം പ്രാർത്ഥനാപരിതമായ ഒരു അന്തരീക്ഷമാണ്. എല്ലായിടത്തും ചാപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. റാണിപ്പേട്ടിലുള്ള വെല്ലൂർ CMCയുടെ മെയിൻ എൻട്രൻസിൻ്റെ അകത്തേക്കുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളവരെ മാത്രമേ കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ കയറി വരുമ്പോൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. അതായത് വെല്ലൂർ CMC ശരിക്കും ഫൗണ്ട് ചെയ്തത് 1900-ലാണ്. അത് ഫൗണ്ട് ചെയ്തത് ഡോക്ടർ ഐഡ സോഫിയ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി 1870 നമ്മുടെ റാണിപ്പേട്ട, അതായത് ഇപ്പം ഈ പുതിയ ക്യാമ്പസ് ഉള്ള ഇതേ സ്ഥലത്ത് തന്നെയാണ് ജനിച്ചത്. പുള്ളിക്കാരി ഒരു അമേരിക്കൻ മിഷണറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ആവാനായിട്ട് അമേരിക്കയിൽ പോയി പഠിച്ച് പിന്നീട് 1892 തിരിച്ച് നാട്ടിൽ വരികയും അതിനുശേഷം അവിടെ ജനങ്ങൾക്ക്, അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കിയാണ് വെല്ലൂർ CMC എന്ന് പറഞ്ഞൊരു ആശയം പുള്ളിക്കാരുടെ ഉള്ളിലുണ്ടാകുകയും അതേ തുടർന്ന് 1900 ഒരു 2 ബെഡ് ഉള്ള ഒരു ചെറിയ ഹോസ്പിറ്റലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1902 ആയപ്പോഴത്തേക്കും അത് 40 ബെഡായി. പിന്നെ അതേ തുടർന്ന് 1909 മറ്റ് സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും നഴ്സിംഗ് പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് വെല്ലൂർ CMCയുടെ ഒരു ചരിത്രം കേട്ടോ. വെല്ലൂർ മെഡിക്കൽ സെൻറ്റർ അഥവാ CMC എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു ക്യാൻസർ സെൻ്റർ ആണെന്നാണ്. അതെ, ഇതൊരു ക്യാൻസർ സെൻ്റർ തന്നെയാണ്. പക്ഷേ ക്യാൻസറിന് മാത്രമല്ല ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് 2 കൊല്ലം മുമ്പ് ഒരു സർജറി വേണ്ടി വന്നിരുന്നു. എൻ്റെ ഈ സലൈവറി ഗ്ലാൻഡിൽ ഒരു ട്യൂമർ പോലുണ്ട്. നോൺ ക്യാൻസറസ് ട്യൂമറായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയാനായിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് പറയുകയും ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്നൊക്കെ അന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഞാനത് അന്വേഷിച്ച് കഴിഞ്ഞപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവരൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തുകയും അവരോട് സർജറി ചെയ്യുകയും ചെയ്തു. എനിക്കൊരു കോസ്മെറ്റിക് സർജറിയും വേണ്ടി വന്നില്ല. ഒറ്റ സർജറി തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം 100% സക്സസ്ഫുൾ ആയിരുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നും എല്ലാവർക്കും CMCയിലേക്ക് വരുന്ന കാര്യം ഓർക്കുമ്പം ഒരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സർജറി ചെയ്യും, അവിടെ എവിടെ താമസിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനൊരു ഉത്തരവായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സാന്ത്വനം ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൻ്ററിൻ്റെ മുറ്റത്താണ്. വിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ബോംബെ ഭദ്രാസനത്തിൻ്റെ തിരുമേനിയായ അലക്സാൻഡ്രിയോസ് തിരുമേനിയാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. 2003 ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം അന്ന് ഇവിടെ ചെമ്മാച്ചനായിട്ട് കൗൺസിലിംഗ് പഠിക്കാനായിട്ട് വെല്ലൂർ വന്നതാണ്. അന്നിങ്ങനെ ഒരുപാട് പേഷ്യൻസുകൾ താമസിക്കാനുള്ള സൗകര്യങ്ങളില്ലാണ്ട് കഷ്ടപ്പെടുന്നതായിട്ട് തോന്നി. അദ്ദേഹം അത് കാണുകയും അത് തുടർന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഈ സ്ഥാപനം ഒരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അത് ഇത്രയും വലിയ സ്ഥാപനമായി ഇവിടെ നിലകൊള്ളുന്നു. എൻ്റെ സർജറിയുടെ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ ഇതൊക്കെ ഒരു ഗ്രൗണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം ഒരു പൂന്തോട്ടമായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ പണിയെടുക്കുന്ന, മനസ്സറിഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ഒരു സ്ഥാപനം. നമുക്ക് ആദ്യം തിരുമേനി എന്താ പറയുന്നതെന്നൊന്ന് കേൾക്കാം. സാന്ത്വന 20 വർഷങ്ങൾ പിന്നിട്ടിരിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. അനേകം രോഗികളെ കരുതുവാൻ, അനേകം രോഗികൾക്ക് ശുശ്രൂഷ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ സാന്ത്വനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. സാന്ത്വനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ദൈവം അനുവദിച്ച മനോഹരമായ ഒരു ഭൂപ്രകൃതി തന്ന് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാ സൗകര്യങ്ങളും ഒക്കെയായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കഴിയുവാൻ സാന്ത്വനയിൽ വന്ന് താമസിക്കുന്നവർക്ക് സാധിക്കുന്നു എന്നുള്ളത് അത് നമ്മുടെ സെന്ററിന്റെ ഒരു പ്രത്യേകതയാണ്. CMC ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടുവാൻ ഏറെ പ്രയാസമുള്ളപ്പോൾ നമ്മുടെ സെന്ററുമായി ബന്ധപ്പെടുന്നവർക്ക് അപ്പോയിന്റ്മെന്റുകൾ തരപ്പെടുത്തി കൊടുക്കുവാൻ, ഡോക്ടേഴ്സിനെ കാണുവാൻ സോഷ്യൽ വർക്കേഴ്സിന്റെ സഹായം ഒക്കെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. മാത്രവുമല്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിനെ സന്ദർശിച്ച് അവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടുന്ന ബ്ലഡ് ആവശ്യമുള്ളവർക്ക് അത് ക്രമീകരിച്ചു കൊടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതിന് ഏറെ സന്തോഷമുണ്ട്. സാന്ത്വനയുടെ ഒരനുഗ്രഹം എന്ന് പറയുന്നത് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പഠനത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ സാന്ത്വനയുടെ സെന്റ് മേരീസ് ചാപ്പലിൽ ഒരു യുവജന സംഘടനയുണ്ട്, റോസസ് ഓഫ് ഷാരോൺ സ്റ്റുഡൻസ് അസോസിയേഷൻ, റോസ. ആ റോസയിലെ അംഗങ്ങൾ അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികളെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടുന്ന ബ്ലഡ് ആവശ്യമുള്ളവർക്ക് അത് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ വലിയൊരു അനുഗ്രഹപൂർണമായ മിനിസ്ട്രി ചെയ്യുന്നതിനും യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർക്ക് സാധിക്കുന്നു. മാത്രമല്ല, നമ്മളൊരു പുതിയ പ്രൊജക്ടിന് തുടക്കം കുറിക്കുകയാണ്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ 100 പേർക്ക് സൗജന്യമായി ഭക്ഷണ പദ്ധതി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ആരംഭിക്കുകയാണ്. സാന്ത്വനയിലെ ക്യാൻറ്റീൻ വിപുലീകരിച്ച് സാന്ത്വനയിൽ കടന്നു വരുന്നവർക്ക് ക്യാൻറ്റീൻ സൗകര്യവും മാത്രമല്ല, എപ്പോഴും ഇതുവരെയും CMC ഹോസ്പിറ്റലിൽ ഭക്ഷണ പദ്ധതി ഒരു പ്രസ്ഥാനവും നടത്തിയിട്ടില്ല. നമ്മൾ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവിടുത്തെ ഡോക്ടേഴ്സിന്റെ നിരന്തരമായ അഭ്യർത്ഥനയായിരുന്നു, അനേകം ആളുകൾ ഭക്ഷണമില്ലാതെ ചികിത്സ തേടുന്നുണ്ട്, അവർക്ക് ഭക്ഷണ കൊടുക്കുവാനുള്ള ഒരു ക്രമീകരണം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, ഇത്രയുമൊക്കെ സഭ ചെയ്യുന്നുണ്ട്, ഇതും കൂടി ചെയ്തുകൂടെ എന്ന പല ഡോക്ടേഴ്സിന്റെ ചോദ്യങ്ങൾ അനവധി വർഷമായി നമ്മളോട് ചോദിക്കാറുണ്ട്. അതിനൊരു ഉത്തരമായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ 100 പേർക്കെങ്കിലും സൗജന്യമായി ഭക്ഷണ പദ്ധതി ആദ്യമായി CMCയിൽ നടപ്പാക്കുവാൻ നമ്മുടെ സഭ തയ്യാറാവുകയാണ്. അതിന് എല്ലാവരുടെയും പിന്തുണ, പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഇവിടുത്തെ സാധുക്കളായിട്ടുള്ള രോഗികൾക്ക് സൗജന്യമായി താമസിക്കുവാനുള്ള ഒരു ക്രമീകരണമാണ്. മറ്റുള്ള ഇടങ്ങളിലൊക്കെ ആയിരക്കണക്കിന് 100 കണക്കിന് രൂപ പെർ ഡേ പ്രതിദിനം കൊടുക്കേണ്ടി വരുമ്പോൾ അർഹരായവർക്ക് നമുക്ക് സൗജന്യമായി താമസിക്കുവാൻ ക്രമീകരണം ചെയ്യുന്നു. സാമ്പത്തികമുള്ളവരിൽ നിന്ന് മാത്രം 200 രൂപ പ്രതിദിനം എന്ന നിരക്കിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും 80% വ്യക്തികളും ഇവിടെ സൗജന്യമായാണ് താമസിക്കുന്നത്. കാരണം ചികിത്സയ്ക്ക് തന്നെ അവർക്ക് പണം തികയുന്നില്ല. അപ്പോൾ താമസ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം അവർക്ക് ചെയ്യുവാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ സാന്ത്വന എന്ന് പറഞ്ഞ ആശയം തന്നെ ഉദിച്ചു വന്നത്. ദൈവകൃപയാൽ 20 വർഷം പിന്നിട്ടിട്ടും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. മാത്രമല്ല, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ സഹായിക്കുന്ന അനേകം സന്മനസ്സുകളുടെ പ്രേരണയും പ്രാർത്ഥനയും സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ സെന്റർ വെല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി കടന്നു വരുന്നവരെ പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഇതാണ്. ഒരു മനുഷ്യൻ പോലും ഇവിടെ വരേണ്ട ഗതികേട് വരരുത്. പക്ഷെ ദൈവനിശ്ചയം മറ്റൊന്നാണെങ്കിൽ, ഒരു രോഗം വന്നാൽ ചികിത്സിക്കേണ്ടി വരുമെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്ന സ്ഥലം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. ഒരു ബിസിനസ് ആശയമില്ലാതെ പ്രവർത്തിക്കുന്ന ഏക ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നു CMC ആണ്. ആ CMCയിൽ ചികിത്സ തേടേണ്ടി വന്നാൽ നമ്മുടെ സെന്ററുമായി ബന്ധപ്പെടുവാൻ ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ തിരുമേനി, നമുക്കിവിടെ എങ്ങനെയാണ്, ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ ഇവിടെ താമസ സൗകര്യമുള്ളൂ, അതെയോ മറ്റു മതസ്ഥർക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ? നമുക്ക്
നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന് മാത്രമല്ല, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, മുസ്ലിംസോ സിഖ്സോ അല്ലെങ്കിൽ ഹിന്ദുസോ, അങ്ങനെ ജാതികൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. മനുഷ്യർക്കാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത്. മാത്രമല്ല, കേരളക്കാർക്ക് മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, ഈവൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ഇങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവരും അഥവാ സാമ്പത്തിക കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഇവിടെ CMC ഹോസ്പിറ്റൽ. അധികം നാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കാതെ, പരീക്ഷണത്തിൽ നിർത്താതെ ഇവിടെ വന്ന് കൃത്യമായ ചികിത്സകൾ എടുക്കുക. ഈ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും നമ്പറുകളും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.